ഏതൊരു മനുഷ്യനും എവിടെ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ പുതിയ കാലത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ അത്തരം വിഷയങ്ങളെ തൊട്ട് നമ്മളെ അശ്രദ്ധരാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു പല തിരക്കുകളിലേക്കും ബഹളങ്ങളിലേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കുമൊക്കെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും ജീവിത സൗകര്യങ്ങളിലുമൊക്കെയാണ് നമ്മളുള്ളത്. കാര്യഗൗരവത്തോടുകൂടി തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിൽ പല സ്വഭാവത്തിലുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിർവഹിക്കാനും ചെറിയതും വലിയതുമായ അനവധി വ്യക്തിത്വങ്ങളുമായി പല സ്വഭാവത്തിലുള്ള ആളുകളുമായി നമ്മുടെ ബന്ധങ്ങളും നിലപാടുകളുമൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും കഥയില്ലാതെയാണ്, വേണ്ടത്ര ശ്രദ്ധയില്ലാതെയാണ് പല കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും വലുത് എന്ന് പറയുന്ന രാഷ്ട്രീയ, മത, സാമൂഹിക, സാമ്പത്തിക അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും സംവിധാനങ്ങളുമൊക്കെ ഇഹത്തിലും പരത്തിലും എങ്ങനെയായിരിക്കും നമ്മളുമായി കൂട്ടുചേരുക, അതിന്റെ ഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും അത്ര ഗൌരവത്തിൽ ആലോചിച്ചുകൊണ്ടല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യപൂർണമായ നിലപാടിലൂടെ മിക്കവാറും മുന്നോട്ട് പോവുകയാണ് നമ്മളിൽ കൂടുതൽ ആളുകളും ചെയ്യാറുള്ളത്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. എന്തിനിഷ്ടപ്പെടുകയാണെങ്കിലും എന്ത് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതിന്റെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. അതിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, വലിയ കാര്യം, നിസ്കാരം ഇഷ്ടപ്പെടുക, നോമ്പ് ഇഷ്ടപ്പെടുക, ഹജ്ജ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ആത്മീയ ആരാധനാ കാര്യങ്ങൾ ഇഷ്ടപ്പെടുക എന്നൊന്നുമല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. നമ്മുടെ മതകാര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, വിവാഹം, മരണം, ആഘോഷങ്ങൾ, ആചാരങ്ങൾ, തൊഴിൽ, സമ്പത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മൻ അഹബ്ബ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ വലിയൊരു വീട് വെച്ച് അത് അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ട് വെച്ചാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അല്ല ജനങ്ങളെ കാണാനും പേര് കിട്ടാനും ദൂരത്തടിക്കാനും നിർവഹണം ചെയ്യാനും പോയല്ലോ കഥ. അള്ളാഹ്ക്ക് എന്ത് വലിയ വീടുകളാ, അല്ലെങ്കിൽ എന്റെ വലിയ വീടെന്ത്? നമ്മളുണ്ടാക്കിയ വീടിന് ഒരു പ്രസക്തിയില്ല. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നോക്കേണ്ടത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമെന്നല്ല. വീട് മാത്രമല്ല എന്തുണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നല്ല അഹബ്ബ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു മതനേതൃത്വത്തെ, രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? അള്ളാഹിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെടുകയാണ്. അള്ളയും അയാളും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെയാണ് അയാൾ എല്ലാ നിലപാടുകളും നീക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അയാൾ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. വേറെ കുറുക്കുവഴികളൊന്നുമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ഇഷ്ടം അഹബ്ബ ലില്ലാഹ്. അപ്പൊ അതാ ഞാൻ അവിടെ നിർത്താൻ. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന ഏതൊരു സംഗതിയുടെയും മാനദണ്ഡം എന്തായിരിക്കണം? അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ എന്നാ നമുക്ക് ഇഷ്ടമാണ്. അപകടമില്ല, ഇഷ്ടത്തിന് പകരം നമുക്ക് വെറുപ്പുണ്ട്, ഹെയ്റ്റ്. പുതിയ കാലത്ത് ഭയങ്കര സംഭവമാണ്. വെറുപ്പുൽപാദന ഫാക്ടറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദീകരണത്തിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയൊക്കെ. അപ്പൊ അവസാനം ഇപ്പൊ അർജുനും മനാഫും കൂടിയിട്ട് അതും ഇപ്പം വെറുപ്പുൽപാദന ഫാക്ടറിയിലേക്ക് വന്നിരിക്കുന്നു. ദുരന്തങ്ങൾ പോലും വെറുപ്പുൽപാദന ഫാക്ടറിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങളെയും നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും മതപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അപകടകരമായ വെറുപ്പുൽപാദന ഫാക്ടറികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു സംഗതി മദ്യത്തോടെ നമുക്ക് വെറുപ്പുണ്ടാവണം, ദേഷ്യം ഉണ്ടാവണം, എന്തെന്നില്ലാത്ത പകയുണ്ടാവണം. കാരണം അത് മദ്യമായതുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ ഒരു ഭൗതികമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല.
ഒരു വൃത്തികേട് കാണിക്കുന്ന ഒരാളോട് നമുക്ക് വെറുപ്പുണ്ടാവണം. കള്ളക്കടത്ത്, കൈക്കൂലി, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ്, ഉറകീയത, സാമുദായികത, ജാതീയതകള്, കലാപങ്ങള്, ഗുണ്ട, മയക്കുമരുന്ന്, ഇതിനൊന്നും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. കാരണം എന്താ? അള്ള പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് ഒന്നിനോട് വെറുക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അള്ള പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് വെറുപ്പാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ മാനദണ്ഡം എന്താണ്? ഇത് എവിടേക്കും നിങ്ങൾ കൊണ്ടുപോവാം. അള്ളാനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമല്ല, ഒരു തുണിങ്ങുപ്പായം തിരഞ്ഞെടുക്കണത്, നിങ്ങളെ കുട്ടിന്റെ മുടി വെട്ടുന്നത് അങ്ങനെ വെട്ടുന്നതാണ് എനിക്കിഷ്ടം, ഇങ്ങനെ വെട്ടാതിരിക്കലാണ് എനിക്കിഷ്ടം, അങ്ങനെ വെട്ടിയാൽ എനിക്ക് ദേഷ്യമാണ്. നമുക്ക് അതുവരെ ഇഷ്ടപ്പെടണമല്ലോ. നിങ്ങളെ കുട്ടിന്റെ തല കാണുമ്പോൾ, നിങ്ങളെ കുട്ടിയുടെ തുണിങ്ങുപ്പായം കാണുമ്പോൾ, നമ്മൾ നടക്കുന്ന ചേലും കോലമൊക്കെ കാണുമ്പോൾ നമ്മുടെ കല്യാണം ഇങ്ങനെ നടത്തണം. കാരണം അത് അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് കല്യാണം നടത്താൻ പോണത്. ഇങ്ങനെ കല്യാണം നടത്തിയാൽ അള്ളാഹ്ക്ക് വെറുപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് വെറുപ്പായതുകൊണ്ട് എന്റെ കല്യാണം ഞാൻ അങ്ങനെയാണ് നടത്തുന്നത്. അല്ല എവിടെ? റസൂൽ എവിടെ? ഖുർആനും സുന്നത്തും ഒക്കെ എവിടെ? അല്ല എല്ലാ കാര്യങ്ങളും മാനദണ്ഡം വെച്ചിരിക്കുന്നത് മൻ അഹബ്ബ ലില്ലാഹ്. ആരാണ് അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്? എന്തും ഏതും എന്തിനേയും. വഅബഗള ലില്ലാഹ്, അള്ളാഹുവിനോട് അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക. ഒരു സംഗതിയോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ ജാതി, മത, കുടുംബ, സമുദായ, വംശ, വർഗ, ദേശ, ഭാഷ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടല്ല. അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കതിനോട് ഉറപ്പാണ്. ആ നിലപാടിനോട്, ആ സമീപനത്തോട്, ആ നടപടിയോട്, ആ സംവിധാനത്തോട്, ആ പ്രൊജക്ടിനോട്, ആ പാർട്ടിയോട്, ആ മതത്തോട്, ആ സംഘത്തോട്, അത്തരം സംഗതികളോടൊക്കെ എനിക്ക് ഉറപ്പാണ്. കാരണം അള്ളാഹ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. മൻ അഹബ്ബലില്ല വ മനഅലില്ല വ അഅ്താലില്ല. നിങ്ങൾ വല്ലതും കൊടുക്കുന്നു, നമ്മളെല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. എന്തും കൊടുക്കും. ബുദ്ധി കൊടുക്കും, ജ്ഞാനം കൊടുക്കും, കഴിവ് കൊടുക്കും, അറിവ് കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും. ഏതോ ഒരു പൈസ എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. മനുഷ്യന്റെ വൈവിധ്യമുള്ള കഴിവുകളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പല സ്വഭാവത്തിൽ പലർക്കുമായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കലും വാങ്ങലും ഉള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും കെട്ടിപ്പിടിച്ച് വരിഞ്ഞു കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും എടുക്കണം, എല്ലാവർക്കും വാങ്ങണം. അപ്പൊ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് സമ്പത്ത്, പണം. എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്? മനഅത്താലില്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിനെ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് താല്പര്യമുള്ള വിഷയത്തിൽ നിങ്ങളെ സമ്പത്ത് ചെലവഴിക്കാൻ പാടുള്ളൂ. ദൂർത്തടിക്കരുത്, ആർഭാടം കളിക്കരുത്, അനാശാസ്യങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ സമ്പത്തുകൾ ചെലവഴിക്കരുത്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സമ്പത്തുകൾ ചെലവഴിക്കാൻ പാടുള്ളൂ. അത്താലില്ല വമനഅലില്ല. നിങ്ങൾ കൊടുക്കാതിരിക്കുന്നു. ഇതിലൊക്കെ ധാരാളം വിശദീകരണങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ പോട്ടെ. അത് മാത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, എന്നിട്ടാ റസൂല് പറഞ്ഞത് വഖദ് ഇസ്തക്മലൽ ഈമാൻ. ഇതാണ് ഈമാൻ പൂർത്തീകരിക്കാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഈമാൻ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന്റെയും വെറുപ്പിന്റെയും നമ്മുടെ കൊടുക്കലിന്റെയും തടുക്കലിന്റെയും എടുക്കലിന്റെയൊക്കെ മാനദണ്ഡം അള്ളാഹുവായിട്ട് മാറണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആളുകളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലെ ആള് എന്ന് പറയുമ്പോൾ ആള് മാത്രമല്ല, വ്യക്തി, പ്രസ്ഥാനങ്ങൾ, ആശയങ്ങൾ, പ്രൊജക്ടുകൾ, പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരാനും ഇടപെടാനും സാധ്യതയുള്ള ഏതൊരു സംവിധാനത്തെയും എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ എടുക്കുകയും എടുക്കാതിരിക്കുകയും ചെയ്യുന്നത്, തടുക്കുകയും നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു ആകണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ധാരാളം വ്യക്തികൾ, അള്ളാഹിനെ തൽക്കാലം മാറ്റിവെച്ചാൽ തന്നെ പലവിധ മനുഷ്യന്മാരോട് എന്തെന്നില്ലാത്ത ഇഷ്ടവും സമീപനവും ഒക്കെ പുലർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണ് എടുക്കേണ്ടത്? നമ്മുടെ മുഖ്യ പരിഗണനയിൽ ഏതാളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡം എന്തായിരിക്കണം? അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന ഒരു ഭാഗം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ, ഫലാ വറബ്ബിക, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ആവൂല, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങളുടെ ഏത് കാര്യത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, വിധിക്കാനുള്ള അധികാരങ്ങൾ റസൂലിന് വിട്ടുകൊടുക്കണം. എന്ത് കാര്യത്തിലും തീരുമാനം പറയാനുള്ള അധികാരങ്ങൾ റസൂലിന് വിട്ടുകൊടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന് തീരുമാനം പറയാൻ വിട്ടുകൊടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധ്യമല്ല. അതും പറഞ്ഞിട്ട് നിർത്തില്ല ഇത്. സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജ.
അള്ളാഹുവിന്റെ റസൂലിന് ആ തീരുമാനാധികാരം വിട്ടുകൊടുത്തതിന്റെ പേരിൽ ഒരു അസ്ഖ്യതയും ഒരസ്വസ്ഥതയും നിക്കക്കള്ളിയില്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് നിർബന്ധിതമായി ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ സ്വാധീനത്തിന്റെയും അധികാരത്തിനും വഴങ്ങിയിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഹൃദയ വിശാലതയോടുകൂടി നിങ്ങൾ കൊടുക്കും. അള്ളാഹിന്റെ റസൂൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. മിമ്മ ഹലൈത, അള്ളാഹുവിന്റെ റസൂല് വിധിച്ചിട്ടുള്ള കാര്യത്തിൽ, തീരുമാനം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അതിന് വിപരീതമായിട്ട് നിങ്ങളൊന്നും ചെയ്യൂല. ഞാനും നിങ്ങളും ചെയ്യൂല എന്നാണ് ഈ പറയുന്നത്, സഹാബികളെ മുന്നിൽ വെച്ചുകൊണ്ട്. ഇതിന് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സൈനബ ബിന്ത് ജക്ഷന്റെ കല്യാണം നടക്കുന്നുണ്ട്. ഖുറൈശി ഗോത്രത്തിലെ വലിയ നബിന്റെ തന്നെ അമ്മയുടെ മകളാണ്. സാമ്പത്തികമായും സൗകര്യമായ വലിയ കുടുംബവും വലിയ പ്രമാണിയൊക്കെയാണ്. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നബിയുടെ വേലക്കാരനായിട്ടുണ്ടായിരുന്നത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. നബിക്ക് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം, അങ്ങനെയല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ടവർ തന്നെയാണ്. ഓരോരുത്തരും കണ്ട റസൂലിന് എന്നോടാണ് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നു ഓരോ സഹാബിക്കും. അങ്ങനെയാണ് റസൂലിന്റെ പ്രവണത. പക്ഷെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ സാധാരണ ഒരു ഇടപെടലിൽ റസൂലിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആളാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഖദീജ ബീവിയുടെ വീട്ടില് ചെറുപ്രായത്തിൽ വന്ന് അടിമയായി ഖദീജ ബീവിയുടെ അമ്മാവനോ എളാപ്പേറ്റ വാങ്ങി എന്നിട്ട് ഖദീജ ബീവിക്ക് കൊടുത്തു. ഖദീജ ബീവി അദ്ദേഹത്തെ റസൂലിന്റെ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ അടിമയായി ചന്തയിൽ നിന്ന് വാങ്ങി. അന്ന് അടിമത്വ നിലയിൽക്കുണ്ട്, ഇപ്പൊ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ വന്നതാണ് നബിയുടെ കൂടെ വീട്ടില്. സാധാരണ അടിമകളോട് അങ്ങനെ വലിയ സ്നേഹമൊന്നും യജമാനന്മാരും യജമാനത്തിമാരും കാണിക്കൊന്നുമില്ല. അവരെ അടിമകളാണ്. നമ്മുടെ പുലയര്, പറയര്, ആദിവാസി, ദലിത് എന്നൊക്കെ പറയുന്ന പോലെ സാമൂഹികാവകാശങ്ങളിലും പദവികളിലും ഒക്കെ വളരെ ചെറിയ പരിഗണനകൾ മാത്രമേ കൊടുക്കുള്ളൂ. അടിയൻ എന്ന് പറഞ്ഞ് മുട്ടുകുനിഞ്ഞ് തല താഴ്ത്തി നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്തവണ്ണം നിസ്സഹായരായി നിന്ദ്യരായി യജമാനന്മാരുടെയും സമൂഹത്തിന്റെ മുമ്പിലെയും മനുഷ്യത്വത്തിന്റെ ഒരു പദവിയില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളാണ് ഈ അടിമ എന്ന് പറയുന്നത്. അടിമകളുടെ ചരിത്രവും നോവലുകളും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. നമുക്കിത് പുതിയ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യനെ ചന്തയെ കൊണ്ടുപോയിട്ട് മൃഗങ്ങളെയൊക്കെ വാങ്ങണേയും കൊടുക്കണേയും മാതിരി വാങ്ങി വിൽക്കുക. ഇപ്പൊ നമ്മള് പെരുവിലാവിലൊക്കെ ചന്ത ഉണ്ടല്ലോ, അവിടുന്ന് സാധനം വാങ്ങണ മാതിരി അടിമകളെ കൊണ്ട് നമ്മളെ പൊന്നാനിയൊക്കെ ചന്ത ഉണ്ടായിരുന്നു. പൊന്നാനി, അതുപോലെ തന്നെ വയനാട് അഞ്ചുകുന്ന്, നമ്മുടെ മുണ്ടക്കയം, പൊന്നാനി തുറമുഖത്തിലൊക്കെ നന്നായിട്ട് നടന്നിരുന്നു. മുസ്ലിസിലൊക്കെ അടിമകളെ കൊണ്ടുവന്നിട്ട് കയറ്റുമതിയും വാങ്ങലും കൊടുക്കലും ഒക്കെ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരിക. ഈ വേട്ടയാടി ആളുകളെ വേണമെങ്കിൽ കൊള്ളയടിച്ചിട്ടൊക്കെ പിടിച്ചു കൊണ്ടുവരും. ഇതൊക്കെ യൂറോപ്പിലൊക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ അതിന്റെ വലിപ്പവും ചെറുപ്പൊക്കെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട, അത് വായിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. ആ അടിമ എന്ന് പറഞ്ഞാല് സമൂഹത്തിലെ ഏറ്റവും പതിതനായ, അങ്ങനെ ജനിച്ചുപോയതിന്റെ പേരില് നിസ്സഹായനായ മനുഷ്യജന്മത്തിന്റെ ഒരു സ്വാർവലൗകികതയും മാനവികതയും മനുഷ്യത്വവും അവകാശങ്ങളും ഒന്നും ലഭിക്കാതെ വളരെ ദയനീയമായ രീതിയിൽ, ചിലപ്പോൾ മൃഗാണെങ്കിൽ അതിനേക്കാൾ ബഹുമാനിക്കപ്പെടും, അത്രയും നികൃഷ്ടമായ ജീവിതം നയിക്കപ്പെടുന്നവരാണ് അടിമകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ കഥയിൽ കുറെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പിയമ്മയൊക്കെ തെരഞ്ഞു വരുന്നുണ്ട്. അടിമചന്തയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണല്ലോ. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു മക്കളെയൊക്കെ നമ്മള് എവിടേക്ക് അന്വേഷിച്ച് കിട്ടണ പോലെ ആരോ പറഞ്ഞു, ഇങ്ങനെ ഹുദൈലിന്റെ മകള് ഖദീജാന്റെ കയ്യിലുണ്ട്, മുഹമ്മദിന്റെ കീഴിലാണ് താമസിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ. അങ്ങനെ അവര് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടാകാൻ വേണ്ടിയിട്ട് എളാപ്പിയും ബാപ്പിയും അതുപോലെ ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന് അന്വേഷിച്ചിട്ട്. അങ്ങനെ വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിന് എന്താ ഇഷ്ടം ചെങ്കിൽ അത് ചെയ്യാം. അന്ന് അടിമേനൊന്നും ആരും വിട്ടുകൊടുക്കൊന്നുമില്ല. കാരണം നല്ല മുതലാണ്, പൈസയാണ്. ആരോഗ്യമുള്ള അടിമയും കൂടി ആണെങ്കിൽ നല്ല നല്ല മുറ്റുള്ള ചെറുപ്രായത്തിലൊക്കെ നിൽക്കുന്ന അടിമകൾ എന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള സാധനം. പിന്നെ അവനാന്റെ കാര്യത്തിന് തന്നെ കുറെ കാര്യങ്ങൾ നടത്താലോ, ഒന്നും ചെലവില്ലാതെ നടത്താൻ പറ്റിയ സാധനങ്ങളാണ്. അതുകൊണ്ട് ആരും വിട്ടുകൊടുക്കൂല. വിൽക്കുകയാണെങ്കിൽ ഭയങ്കര പൈസക്കാ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ യുദ്ധത്തിലൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും മന്തികളായി ചന്തയിൽ വിൽക്കപ്പെടുകയാണ് ചെയ്യുക, സ്വതന്ത്ര മനുഷ്യനും ഈ അടിമകളും ഒക്കെ. അപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിന് നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ വരാം, എനിക്കൊരു പ്രശ്നമില്ല. സെയ്ദ് സ്വതന്ത്രനാണ്, അപ്പൊ തന്നെ സ്വതന്ത്രനായിട്ടുണ്ട്. അവരുടെ കൂടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുകയാണ്, അടിമയായിട്ടല്ല ജീവിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിരുന്നു. അതുകൊണ്ട് സെയ്ദിനെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വിരോധമല്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പക്ഷെ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ വാപ്പാനെയും മാനും മാതിരിയാണ് ഖദീജയും അതുപോലെ തന്നെ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പോലും ഒരു ഘട്ടം വരെ. അതിനൊക്കെ പിന്നെ കുറെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അടിമ ആരുടെയും മക്കളല്ല, ദത്തുപുത്രന്മാർ ആരുടെയും മക്കളല്ല, നബി മകനെ പോലെ പോറ്റി വളർത്തി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അദ്ദേഹം പിന്നീട് പറഞ്ഞു,
ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അന്നൊരു അടിമ സ്വാതന്ത്ര്യം കിട്ടാന്ന് പറഞ്ഞാൽ അത് എളുപ്പം വിനിയോഗിക്കും, ഒട്ടനെ തടിയെടുത്ത് പോകും. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇടപഴകലും റസൂലായിട്ടുള്ള ബന്ധവും കൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് പോകാൻ കഴിയണില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ചരിത്രമൊക്കെ അതിന്റെ ഭാഗമുണ്ട്. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു അടിമയാണല്ലോ, അതുകൊണ്ട് ദത്തപുത്രനൊക്കെയാണ്, പദവിയിൽ താഴ്ന്ന ആളാണെന്നാണ് അന്നത്തെ അറബ് സവർണ മേധാവിത്വം സങ്കല്പിച്ചു വെച്ചിരുന്നത്. ഇപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബിയുടെ തന്നെ അമ്മായിന്റെ മകളെ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇമാതിരി കറകളൊക്കെ കഴുകി കളയണം, ഇമാതിരി വല്ല ഊരാകൊടുക്കൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കെട്ടൊക്കെ അഴിച്ചു വിടണം. ഉച്ചനീചത്വങ്ങള്, തീണ്ടല്, തോണ്ടല്, അതുപോലെ തന്നെ ദൂരത്ത് നിൽക്കല്, തൊട്ടുകൂടായ്മ, ഈ പരിപാടിയൊന്നും പറ്റൂല. മനുഷ്യരൊക്കെ തുല്യരാണ്, ഏത് മനുഷ്യരെയും ഒരുപോലെ കാണണം. ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും വിപ്ലവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇവർക്ക് കല്യാണം അന്വേഷിച്ചു. പലർക്കും ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അതിനെ സമ്മതിക്കുകയാണ് ചെയ്തത്, ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതില് രണ്ടാമതൊരു വർത്താനം പറയാന് അത് പറ്റൂല, അയാള് മോശപ്പെട്ട ആളാണ്. ആങ്ങളമാർക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഉച്ചനീചത്വങ്ങളുടെ അടിവേരറക്കണം, തൊട്ടുകൂടായ്മയുടെ എല്ലാ അടിവേരിലും കത്തിവെക്കണം എന്ന് റസൂല് തീരുമാനിച്ചതുകൊണ്ട് അന്നത്തെ ഏറ്റവും സമുന്നത കുടുംബത്തിലെ പെണ്ണിനെ അടിമയായി മക്കയിലെ ചന്തയിൽ വിൽക്കപ്പെട്ടിട്ടുള്ള സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ റസൂലിന്റെ തീരുമാനമാണ്. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജുലൈബി ബീബി എന്ന് പറഞ്ഞിട്ട് വളരെ പാവപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു. കണ്ടാൽ ആരും ഫോട്ടോ ഒന്നും കൊടുക്കൂല, അമ്മാതിരി അത്രയും വിരൂപനായിട്ട് ഒരാളും കൊണ്ടുകൊടുക്കൂല. അവസാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബി പറഞ്ഞത്, നബി എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒരു മനുഷ്യനും എനിക്ക് പെണ്ണേരൂല, എന്നെ കണ്ടില്ലേ നിങ്ങള് ഈ ചേലും കോലൊക്കെയാണ്, ഞാൻ എന്താണ് ചെയ്യാ? അവസാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലെ പെൺകുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വീട്ടുകാരോട് പറഞ്ഞു, ഈ മോളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. അപ്പൊ അതേപോലെ ജുലൈബീബി ഇങ്ങനെയൊക്കെയാണല്ലോ, അവർക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ തോന്നി. പക്ഷെ പെണ്ണ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ യാതൊരു അസ്കതയില്ല, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കാൻ നമുക്ക് പറ്റൂലല്ലോ, അതുകൊണ്ട് റസൂൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചിരിക്കും. അങ്ങനെ കല്യാണം നടത്തി കൊടുക്കുകയാണ്. അത് ജുലൈബി റളിയല്ലാഹു പിന്നീട് ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ്. റസൂൽ തിരുമേനി അദ്ദേഹത്തിന്റെ മയ്യത്തൊക്കെ തെരഞ്ഞു പോകുന്നുണ്ട്. ആരും പരിഗണിക്കാത്ത, വലിയ പ്രാധാന്യമൊന്നുമല്ലാത്ത, ഭയങ്കര പ്രശസ്തനൊന്നുമായിട്ട് പേരെടുക്കാത്ത ഈ ഇദ്ദേഹത്തിന്റെ ജുലൈബീബിന്റെ മയ്യത്തും തെരഞ്ഞിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണാങ്കണത്തിലേക്ക് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. 5-6 ആളുകളെ വകവരുത്തിയിട്ടാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വമൊക്കെ വരിച്ചിട്ടുള്ളത്. അപ്പൊ റസൂൽ തന്നെ ജുലൈബീബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ജുലൈബീബിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സാധാരണ മനുഷ്യരാണ്. സാമൂഹിക സമത്വവും ഉച്ചനീചത്വങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളിടത്ത് വളരെ വലിയ പാഠങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഒരു സാമൂഹിക ജീവിതത്തിൽ മനുഷ്യന് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് എന്തുണ്ടാവരുത്, ഒരു വെറുപ്പുണ്ടാവരുത്. അപ്പോ ഇത് സത്യവിശ്വാസിയോട് അള്ളാഹ് പറയുന്ന ഭാഗമാണ്. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം പറഞ്ഞാല് അത് കേൾക്കുന്നതിലും എടുക്കുന്നതിലും ഒരു അസ്വസ്ഥതയും തോന്നാൻ പാടില്ല. അവിടെ നിർത്തിയിട്ടില്ല അള്ളാഹ്. നിങ്ങള് റസൂലിന് എതിരെ നിൽക്കരുത്, അള്ളാഹിന്റെ റസൂലിന്റെ വിധി നിങ്ങൾ ഏത് വിഷയത്തിലും എടുക്കണം എന്ന് പറഞ്ഞ് നിർത്താതെ അഡീഷണൽ പിന്നും ചേർത്തു. നിങ്ങളെ മനസ്സിന് യാതൊരു അസ്വസ്ഥതയും അസ്കതയും അതിൽ ഉണ്ടാകാൻ പാടില്ല. അതും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായിട്ടും റസൂൽ നിങ്ങൾ കീഴ്പ്പെട്ട് കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ട് കൊടുക്കണം. അങ്ങനെ അവര് റസൂലിന് ഇസ്ലാം സമർപ്പണം നടത്തി. അള്ളാഹ്ക്കാണ് ഇസ്ലാം കൊടുക്കേണ്ടത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ അള്ളാഹുള്ള അനുസരണമാണത്. അതുകൊണ്ട് റസൂല് പറയുന്ന കാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്റെ നിങ്ങളെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു, റസൂലാകുന്നു. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി, മുഹമ്മദ് നബിയുടെ കൂടെ ഉള്ള ആളുകള് ശത്രുക്കളോട്, കുഫാറുകളോട്, ഇതൊരു മതവർഗീയ സാമുദായിക സാധനമൊന്നുമല്ല ഈ പറയണത്. കുഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു നിലപാടാണ്. ധിക്കാരത്തിന്റെയും നന്ദികേടിന്റെയും അക്രമത്തിന്റെയും നിഷേധത്തിന്റെയും ഒക്കെ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നവരെ കുറിച്ചാണ്, അത് ചെയ്യുന്നവരെ കുറിച്ചുമൊക്കെയാണ് ഖുർആന് കുഫാർ എന്ന് പറയുന്നത്. കുഫ്രിയത്തിനോട് ഒരു ഇഷ്ടവും മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല, ഒരു വാത്സല്യം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഗതികളോടും അശിദ്ദാഉ അലൽ കുഫാരി, കഠിനന്മാരായിരിക്കും ഇവര്. രൂക്ഷമായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ
വെറുപ്പ് എന്ന് പറഞ്ഞാൽ വംശീയോ വർഗീയോ സാമുദായികോ ഒന്നുമല്ല ഈ പറയുന്നത്. ഇത് നിലപാടാണ്. അല്ല ജാതി മതം വർഗം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ വെച്ചിട്ടൊന്നുമല്ല ഈ പറയുന്നത്. അള്ളാഹുവിനും റസൂലിനും വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ, അതിനെ പ്രതിനിധീകരിക്കുന്നവരെ, അത് പ്രയോഗിക്കുന്നവരെ, അത് പ്രൊജക്റ്റായിട്ട് കൊണ്ടു നടക്കുന്നവരോടൊക്കെ എന്തുണ്ടാവും? അശുദ്ധാഉ അലൽ കുഫാർ, സത്യവിശ്വാസികളുടെ ഗുണം പറയണം അല്ലാഹു. ഈ മുഹമ്മദ് നബിയെ റസൂലായിട്ട് അംഗീകരിക്കുന്നവരുടെ ഗുണം റഹ്മാഉ ബൈനഹും, പരസ്പരം അവർ ഭയങ്കര. ഇന്നിപ്പോ അതൊക്കെ നോക്കട്ടെ തന്നെ കേട്ടോ. നമ്മള് അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലത്തിലടക്കോ എന്തിനോടാണ് നമുക്ക് വെറുപ്പ്, എന്തിനോടാണ് നമുക്ക് ഇഷ്ടം, ആരോടാണ് നമുക്ക് താല്പര്യമുള്ളത്, രാഷ്ട്രങ്ങൾ മുതൽ സംഘടനകൾ മുതൽ വ്യക്തികളെ അടക്കം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് അശുദ്ധാഉ അലൽ കുഫാർ, ഇവിടെയുള്ള ആദ്യം കുഫർ എന്താണെന്ന് തിരിയണം. എന്നാലല്ലേ അമർഷം ഉണ്ടാവുള്ളൂ, എന്നാലല്ലേ നമുക്ക് അതിനോട് കാഠിന്യം ഉണ്ടാവുള്ളൂ. അതിനോട് എന്തെന്നില്ലാത്ത പ്രതിരോധം കെട്ടിപ്പടുക്കാനൊക്കെ നമുക്ക് തോന്നപ്പെടാനുള്ളൂ. കുഫർ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ പ്രശ്നം അത് അവിടെ തന്നെ കിടക്കുക. അന്താരാഷ്ട്ര തലത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനേക്കാൾ മുസ്ലിമേതര രാജ്യങ്ങളുമായി ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്. വളരെ അപകടകരമായ രീതിയിലുള്ള ഇപ്പോ ഫലസ്തീനിലും ലബനാനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളുണ്ട്, ഇറാനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തിനോട് ഈ രാജ്യങ്ങൾ പോരാടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നേരം വെളുത്തിട്ട് തമ്മാടിത്തരം മാത്രം, തമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ ഫുസൂക്ക്, തമ്മാടിത്തരം, ദുൽമ്, അക്രമം, അതുപോലെ തന്നെ നിഫാഖ്, കാപട്യം, കരാറുകൾ ലംഘിക്കുക, പറഞ്ഞതിന് എതിരെ പ്രവർത്തിക്കുക, കള്ളത്തരം മാത്രം പറയുക, എല്ലാ നിലപാടുകളെയും അട്ടിമറിക്കുക, വന്നിട്ട് നുണ മറിഞ്ഞ് എല്ലാ അക്രമവും നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനോടൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ മാത്രം ഇതിനോടൊക്കെയുള്ള മുസ്ലിം സമൂഹത്തിന്റെയും മുസ്ലിം സംഘങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഒക്കെ നിലപാടുകളൊക്കെ എന്താണ്? അശുദ്ധാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. ചിലപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാള് ബാക്കിയുള്ളവരോടൊക്കെ മുസ്ലിങ്ങൾക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവും. എല്ലാ വ്യക്തി, സംഘടന, കുടുംബം ഒക്കെ സത്യവിശ്വാസികൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ച് ഒമ്പിച്ച സ്നേഹത്തോട്, വ്യത്യസ്ത ഗോത്രവും വർഗവും കുടുംബവും ഒക്കെ ആയിരിക്കെ തന്നെ ഈ പ്രവാചകന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് അവർ ഏറ്റവും നല്ല ബന്ധുത്വമുള്ളവരായിരിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. തറാഹും അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്. അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സുജൂദിന്റെ റുക്കൂവിന്റെ ഒക്കെ അടയാളങ്ങൾ കാണാം. സുജൂദ് റുക്കൂവിന്റെ അടയാളം കാരണം ഇവിടെ തഴമ്പ് കാണാം, മുട്ടുമ തഴമ്പ് കാണാം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിനെ അനുസരിക്കുന്ന അവരുടെ ജീവിതങ്ങൾ നോക്കുക, അവരുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരാളെ മുഖത്ത് നോക്കിയാൽ നമുക്ക് തിരിയും ഇതെന്താ സാധനം എന്നുള്ളത്. അവരുടെ മുഖം പ്രതിനിധീകരിക്കുന്ന ഖിബ്ല അല്ലെങ്കിൽ ആശയം, ദർശനം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിന്റെ അടയാളങ്ങൾ. അതാണ് സുജൂദ് റുക്കൂ എന്ന് പറയുന്നത്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നതിന്റെ അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാം. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ ഇഷ്ടമൊക്കെ ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങൾ ഇവരുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുക, നമ്മളെ റുക്കൂവും സുജൂദും അടയാളങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടയാളങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മൊബൈലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോന്നൊരു അടയാളമാണല്ലോ, എല്ലാ കാലത്തും ഉണ്ടാവും. അടയാളങ്ങളൊന്നും വാങ്ങിപ്പോകില്ല. കുടുംബം, കല്യാണം, തക്കാരം, ജീവിതം, രാഷ്ട്രീയം, മതം, കല, സാഹിത്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, ഇതിലൊക്കെയുള്ള നമ്മുടെ അടയാളപ്പെടുത്തലുകൾ ഇതൊക്കെ അള്ളാഹും റസൂലും തന്നെയാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കിയാല് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്നതിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാന് കഴിയുന്നുണ്ടോ? അപ്പൊ അള്ളാഹിനെയും റസൂലിനെയും അംഗീകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെയാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ഏറ്റവും മനോഹരമായി ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞു വെച്ചല്ലോ, പലതിനോടും പല രീതിയിലും ഇഷ്ടവും ഉറപ്പുമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് മാറണം. ഇഹലോകത്തും പരലോകത്തും. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസിയാവില്ല. ഈമാനെ പല രീതിയിലും വിശദീകരിക്കും റസൂല്, ഓരോ സംഗതികൾ പറഞ്ഞിട്ട്. ഞാൻ ആയിത്തീരുന്നത് വരെ, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നത് വരെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹു റസൂലേ, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഏറ്റവും വലുത്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഏറ്റവും വലുത്. അത് പറ്റൂല. അപ്പൊ അത് പരിപാടി പറ്റൂല. നിന്നെക്കാൾ ഞാനായിരിക്കണം നിനക്ക് പ്രധാനപ്പെട്ടത്. റസൂല് തിരുത്തി, നിന്നെക്കാൾ ഞാനായിരിക്കണം നിനക്ക് പ്രധാനപ്പെട്ടത്. എന്നാൽ അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും വെറുതെ പറയണ വർത്താനല്ല, അറിയാവുന്ന ഉള്ള മനസ്സിന്റെ ഇത് വെച്ചിട്ട് പറയാണ്. കാരണം അവനാനോടുള്ള അവനാനെല്ലാം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ആര്? ഇപ്പൊ റസൂലാണ്. അപ്പൊ പറഞ്ഞു, അതിന്റെ അപ്പുറമായിരിക്കണം ഞാൻ, നിന്നെക്കാൾ
നിനക്കുള്ളതിനേക്കാൾ. ഇവിടെ ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങളെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളെ മക്കളെക്കാൾ, നിങ്ങളുടെ ഇണകളെക്കാൾ. ഒരിക്കൽ സൗബാൻ എന്ന് പറയുന്ന ഒരു സഹാബി റസൂലിന് വേലയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്, റസൂലിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ റസൂൽ ഒരിക്കൽ രാത്രി കുറച്ച് ദൂരത്തേക്ക് പ്രാഥമിക ആവശ്യങ്ങൾ എന്താ നിർവഹിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചുപോയി. കുറെ മരുഭൂമിയിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയി, ഇരുട്ടിക്ക് പോകുമല്ലോ നമ്മള്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് സിസ്റ്റങ്ങൾ. അപ്പൊ കുറെ നേരമായിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ സൗബാന് ആകെ കൂടി അങ്കലാപ്പായി, റസൂലിനെ കാണാനില്ല, റസൂൽ തിരിച്ചു വരുന്നില്ല. അതിലിങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ട്, കാരണം റസൂലിനെ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഇയാൾക്ക് റസൂലിനെ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം. ഇപ്പൊ ഇയാൾ ഇരുന്നിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് റസൂൽ തിരിച്ചു വരുന്നത്, കുറച്ച് വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ റസൂലിനോട് കണ്ടപ്പോൾ തന്നെ കണ്ട സന്തോഷം കൊണ്ട് ഇയാളെ കണ്ട് പിന്നെയും പറഞ്ഞു, ഓ റസൂൽ തിരിച്ചു വന്നല്ലോ, അള്ളാന്റെ റസൂൽ ഞാൻ കണ്ടല്ലോ. അപ്പൊ റസൂൽ ചോദിച്ചു, സൗബാൻ എന്താണ് കരയണത്, ഈ എന്തിനാണ് കരയണത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, റസൂലെ എനിക്ക് നിങ്ങളെ കാണാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ കാണാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, ഇവിടെയാണെങ്കിലും ശരി അവിടെയാണെങ്കിലും ശരി. അപ്പൊ റസൂല് പറഞ്ഞു, സൗബാനെ അനക്ക് എന്നോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഞാന് ഫൗലായിക്കല്ലദീന, നമ്മുടെ നേരത്തെ ഓതി വെച്ചതായതുണ്ട്, റസൂൽ, അത് മാത്രം പറഞ്ഞിട്ടല്ല പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്, ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇവരെയൊന്നും കൂടെ ആവൂലാന്ന്, അത് വേറെ പറയണം നമ്മള്. ആളെ പേരൊന്നും പോലൊന്നും നമ്മൾ പറയണില്ല. രാഷ്ട്രീയ, മത, സമുദായ, ജാതി, സംഘടന, ശാസ്ത്ര, കല, സാഹിത്യ പലതും ഉണ്ടല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഓലൊന്നും അള്ളാഹ് അനുഗ്രഹിച്ചോലൊന്നുമല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഭയങ്കര സന്തോഷമായി. സുബ്ഹാനല്ലാഹ് മാത്രമല്ല, ഈ ഖുർആനായത്ത് ഇറങ്ങിയപ്പോ സഹാബികൾക്കൊക്കെ, കാരണം റസൂലും നബിമാരും ഒക്കെ സ്വർഗത്തിലെത്തിയ ഭയങ്കര പദവിയിലായിരിക്കും, ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരിക്കൽ ഒരു സഹാബി റസൂലിന് പണിയെടുത്ത് കൊടുക്കണ അതേപോലെ ഒരു സഹാബി ഉണ്ട്. അപ്പൊ റസൂല് ഓരോരുത്തരോടും പറയും, നിനക്ക് എന്തെങ്കിലും ബോധ്യം ഉണ്ടോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂല് എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്ത് പോയാൽ മതി. എന്നാലും അത് ഉറപ്പ്, ഞാൻ വേറെ എന്തെങ്കിലും ആഗ്രഹം ചോദിച്ചു, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിലെത്തിയാൽ മതി. നിങ്ങളെ കൂടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല. റസൂലിന്റെ കൂടെ റസൂലുള്ള സ്വർഗത്തിലെത്തണം, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിലാണ്. വീണ്ടും റസൂൽ ചോദിച്ചു, എടാ എനിക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ, കല്യാണോ വീടോ തക്കാരോ അല്ലെങ്കിൽ വീട് ശരിയാക്കലോ, കുറച്ച് കാശ് കിട്ടിയിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങലോ, അങ്ങനെയൊക്കെ ഉണ്ട്. റസൂലിനോട് പറഞ്ഞാൽ റസൂൽ നടത്തി കൊടുക്കും. അതിനാണ് റസൂൽ വീണ്ടും വീണ്ടും ചോദിക്കണത്. 3 വട്ടം ചോദിച്ചപ്പോ ഈ സഹാബി പറഞ്ഞു, റസൂൽ എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിലെത്തിയാൽ മതി. അപ്പോഴും റസൂൽ ഇത് പറഞ്ഞു കൊടുത്തു, ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബിമാരുടെ കൂടെയാണ്. ഇത് ലളിതമായ പറച്ചിലാണ്, പക്ഷെ വളരെ ഗൗരവതരമായ ഒരു ആശയത്തെ നമ്മളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടാൽ മതി, പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു പണിയില്ല. റസൂലിനെ ഇഷ്ടപ്പെടുക, ഇഷ്ടത്തിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇഷ്ടം എപ്പോഴാണ് ഉണ്ടാവുക, നമ്മളായിട്ട് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തോ ഒരു ഇടപാടുണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. വെറുതെ ഒന്നും ഇഷ്ടപ്പെടില്ല. സൂര്യൻ ഇഷ്ടമാണ്, ചന്ദ്രൻ ഇഷ്ടമാണെന്ന് നമ്മൾ അടുക്കലില്ലല്ലോ. കാരണം അത് നമ്മൾ തമ്മിലുള്ള ഒരു നേർക്കുനേരുള്ള സാധനം നമുക്ക് അറിയില്ല. അത് വാപ്പാൻ ഇഷ്ടമാണ്, പെണ്ണിന് ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്, നേതാവിന് ഇഷ്ടമാണ്, അനുയായിന് ഇഷ്ടമാണ്, ആ താരത്തെ ഇഷ്ടമാണ്, ഈ മറ്റേ ഇഷ്ടമാണ്, ആ ഉദ്യോഗസ്ഥന് ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയണം. എന്തിനാ? വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ പല രംഗത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കേവല വികാര പ്രകടനമല്ല, അതിന്റെ അപ്പുറം ഇഷ്ടത്തിന്റെ മാനദണ്ഡങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ അതിന്റെ പൂർണ്ണ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിലെത്താൻ ഏറ്റവും നല്ല വഴിയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഇതിനേക്കാൾ നല്ലൊരു കൂട്ടായ്മ ഉള്ള ADGP സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ കൂടെ സ്വർഗത്ത് പോയാൽ എന്തായിരിക്കും കഥ? നരകത്ത് പോയാൽ അതിന് ഇടങ്ങാറാവും നമ്മള്. അമ്മാതിരി ഇടങ്ങാറ, അങ്ങനത്തെ ഒരു കെട്ടകാലം, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ. നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എന്തിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്ത് നല്ല കൂട്ടുകാരാണ് അവര്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലെ ഹീറോ. നബിയോടുള്ള സ്നേഹത്തിലും ഇസ്ലാമിനോടുള്ള സമർപ്പണത്തിലും അള്ളാഹുവിനോടുള്ള കടപ്പാടിലും പ്രവാചകന്മാരെ കഴിഞ്ഞ അത്യുഗ്രൻ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖീങ്ങൾ, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെ അച്ചട്ട് ശരിയോടുകൂടി സത്യപ്പെടുത്തിയ ആളുകളാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് മില്ലിഗ്രാം പോലും അതിൽ നിന്ന് വ്യത്യാസമില്ലാതെ എന്താണോ അവർ പറയുന്നത് അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് സിദ്ദീഖീങ്ങൾ. നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവരെ വേറെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രയാസം നബിയാണ്. അത് കഴിഞ്ഞാൽ ഇത് 3-ാമത്തെ ശുഹദാക്കൾ, ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഹസൻ നസ്രുള്ളയും ഇസ്മായിൽ ഹനിയെ തുടങ്ങിയിട്ട് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മുതൽ സക്കരിയ നബി, യഹ്യാ നബിക്കുള്ള രക്തസാക്ഷിത്വത്തിന്റെ
വലിയ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ. ജീവിതത്തെ തങ്ങൾ പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന നിലപാടുകൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവർ, മരിച്ചു ജീവിച്ചവർ, ഇത് രണ്ടും അതിന് ചെയ്യും. ജീവിച്ച് മരിച്ചവർ, വെറുതെ മരിച്ചു തുടങ്ങിയാണ്ട് കഥ തീർന്നോലല്ല. അക്ഷര 63 വയസ്സോ 62 വയസ്സൊക്കെ ഹസൻ നസ്രുള്ളക്കും ഇസ്മായിൽ ഹനിയൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പൊ എന്തിനാ അവർക്ക് ജീവിതം? ഏറ്റവും മനോഹരമായ വഴികളാണ് അവര് തുറന്നെടുക്കുന്നത്, അള്ളാഹ് അവർക്ക് കൊടുക്കുന്നത്. അത്രയ്ക്ക് അവർ മനുഷ്യൻ ജീവിക്കുള്ളൂ. റസൂല് പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിന്റെ ആയുസ് അതിന്റെ അപ്പുറമൊക്കെ പോയാല് ബോണസാണ്. പക്ഷെ ആ ബോണസ് കൊണ്ട് ചിലപ്പോൾ നമ്മള് ഇടങ്ങാറാവും. പുതിയ കാലത്ത് 65, 70, 80 എന്നൊക്കെ പറഞ്ഞാല് അത്ര സുഖകരമായ ഒരു രീതിയിലേക്കല്ല ഇനി വരുന്നൊരു തലമുറ പോവുക. വലിയ പ്രയാസപ്പാടുകളും പങ്കപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ 63 വയസ്സ്, 62 61 ഒക്കെയാണ് ഇവരൊക്കെ. അപ്പൊ രക്തസാക്ഷികൾ, ജീവിച്ച് മരിച്ചവർ, മരിച്ചു കഴിഞ്ഞാലും ഒരു ജീവിക്കുകയാണ്. ഇവരൊക്കെ ആരാ മറക്കുക? പിന്നെ വസ്വാലഹീൻ, എല്ലാറ്റിലും ഏറ്റവും ഉന്നതമായ സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ഏറ്റവും ഉന്നത നിലപാടുകളിൽ നിന്നവർ. ഈ 4 വിഭാഗത്തിന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ എന്ന് പറയണം. അതൊക്കെ വേറെ ഉണ്ട്, നമ്മൾ അവസാനിപ്പിക്കാം. പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമാറ് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? റസൂലിനെ കുറിച്ചുള്ള സ്നേഹവും കടപ്പാടുകളും ഇഷ്ടമൊക്കെ നിറച്ചു വെച്ച് പഠിക്കാനും അതിലേക്ക് ചേരാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനൊക്കെ ശ്രമിക്കുക. കരുണാവരുതി അള്ളാഹു അതിന് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിനക്കും നിന്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. നിന്റെയും നിന്റെ പ്രവാചകന്റെയും ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുമാറ്, നിന്നെയും നിന്റെ പ്രവാചകരെയും ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുമാറ് ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഈ വിഷയത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചെറിയതും വലിയതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകി ഞങ്ങളുടെ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളുടെയും ഇണകളുടെയും ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്, അവർക്ക് നീ ആഫിയത്തും ശിഫയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഉപ്പ, ഉമ്മ, ഇണകൾ, കുട്ടികൾ, ഉസ്താദുമാർ, സഹപ്രവർത്തകർ, നേതാക്കന്മാർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. ധാരാളം വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വലിയ സംഘർഷങ്ങൾ, അറിയുന്നതും അറിയാത്തതുമായ പലതിലൂടെ നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതിലൊക്കെയും മികച്ച പരിഹാരങ്ങൾ നൽകി ആശ്വാസങ്ങൾ നൽകി ഞങ്ങളെയും ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ പരിഹാരം നൽകി തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനുകൾ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ എന്ന് പറയുന്ന കപട സംഘം ഈ രാജ്യത്തെയും ഇവിടുത്തെ മനുഷ്യരെയും ഇത്ര ഭീകരമായിട്ടാണ് വേട്ടയാടുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഋണവാരിധിയായ റബ്ബേ, ഈ നാടിനെ ഞങ്ങൾക്ക് നിർഭയത്വമുള്ളതും സാഹോദര്യമുള്ളതും ബന്ധങ്ങളും സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷമുള്ളതുമാക്കി ഞങ്ങളുടെ നാടിനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ശത്രുക്കൾ, കുതന്ത്രശാലികൾ, അക്രമകാരികൾ, കപടന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ നാഥ. اللهم ارحمنا يا ارحم الراحمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنه مأواهم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا لا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين. اللهم دمر الكفر والكافرين والنفاق والمنافقين. اللهم انصرنا يا رب العالمين. اللهم انصر إخوان المسلمون في فلسطين ولبنان. اللهم انصرهم يا رب العالمين. اللهم ربنا افرغ عليهم الصبر وثبت أقدامهم وانصرهم يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله. صلى الله على محمد صلى الله عليه وسلم.